ഹായ് ക്രാഫ്റ്റ് കലാകാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുത്താക്കുന്ന കുറച്ച് കസ്റ്റേർഡ് ഷെല്ലുകളാണ്. അത് വെച്ച് നമുക്ക് അടിപൊളിയായിട്ടൊരു ക്രാഫ്റ്റ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വ്യത്യസ്തമായൊരു ക്രാഫ്റ്റ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് കഴുകി നല്ലപോലെ വൃത്തിയാക്കി എടുത്ത ഷെല്ല് ആദ്യം തന്നെ നല്ലപോലെ തുടച്ചെന്നെടുക്കണം. അതിന് ശേഷം നമ്മൾ എടുത്താക്കുന്നത് ഒരു ഫോം ഷീറ്റാണ്. ഫോം ഷീറ്റ് നമുക്ക് കടകളിലൊക്കെ അവൈലബിൾ ആണ്, നിസ്സാര വിലക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ എനിക്ക് കിട്ടിയ ഫോം ഷീറ്റിൻ്റെ അളവ് അൺസൈസായിരുന്നു. അപ്പോൾ ഞാനത് മട്ടം വെച്ച് ഒന്ന് സ്ക്വയറാക്കി എടുക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ രണ്ട് ഭാഗവും നല്ലപോലെ സ്ക്വയറാക്കി നമ്മൾ എടുത്ത ഫോം ഷീറ്റിൽ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യാൻ പോകണേ എന്നുള്ളതിൻ്റെ ഒരു സ്കെച്ച് നമ്മൾ ആദ്യം തന്നെ നല്ലപോലെ വരച്ചെടുക്കണം. അപ്പോൾ ഏറെക്കുറെ ഇതിൽ ഫോം ഷീറ്റിൽ പിടിയിന്ന് മാർക്ക് ചെയ്യാനും വരച്ചെടുക്കാനൊക്കെ നമുക്ക് പറ്റും. മാത്രമല്ല പെയിൻറ്റ് നല്ലപോലെ അതിൽ പിടിച്ചിരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റിൻ്റെ ഒരു മാതൃക നമ്മൾ ആദ്യം തന്നെ അവിടെ വരച്ചെടുത്തു. അതിന് ശേഷമാണ് നമ്മൾ എടുത്ത കക്കയുടെ ഷെല്ല് നമ്മൾ നല്ലപോലെ ഒട്ടിച്ച് കൊടുക്കേണ്ടത്. നമ്മൾ വരച്ചെടുത്ത് സ്കെച്ച് ഏറെക്കുറെ കംപ്ലീറ്റ് ആയി. അപ്പോൾ അത് ഒരു ലേഡി എങ്ങനെയാണോ അതിൻ്റെ തലയും നല്ലപോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്കെച്ചാണ് നമ്മൾ വരച്ചെടുത്തത്. അതിനുശേഷം നമുക്കൊരു ഫോട്ടോ ഫ്രെയിമാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്ത ഫോം ഷീറ്റ് 1 ഇഞ്ച് വീതിക്ക് ആ ഫോട്ടോൻ്റെ നീളം എത്രയാണോ ആ അളവിന് കട്ട് ചെയ്തെടുത്തിട്ട് മൂലകൾ നല്ലപോലെ 45 ഡിഗ്രി കട്ട് ചെയ്തെടുക്കുകയും നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ 4 പീസ് നമ്മൾ ഒട്ടിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഒരു ഫോട്ടോന് മെയിനായിട്ട് നമ്മൾ അട്രാക്റ്റീവ് ആവുന്നത് അതിൻ്റെ ഫോട്ടോൻ്റെ ഔട്ടർ ഫ്രെയിമുകളായിരിക്കും ഏറ്റവും കൂടുതൽ. അതിന് വേണ്ടി നമ്മൾ എടുത്ത ഷീറ്റ് നമ്മൾ ഒരു ഫ്ലെക്സ് ക്വിക്കിൽ നല്ലപോലെ 4 സൈഡ് നമ്മൾ ആദ്യം തന്നെ ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഏറെക്കുറെ അത് നല്ലപോലെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ ആ ഫോട്ടോ ഫ്രെയിമിൻ്റെ ഔട്ടർ ഫ്രെയിം ആ ബോർഡർ നമ്മൾ നല്ലപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം കഴുകിയെടുത്ത ഷെല്ല്, ആ ഷെല്ല് നമ്മൾ ആ ഒരു ഫോട്ടോൻ്റെ തലഭാഗത്ത് അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് ഓരോ ഷെല്ല് വീതം നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നല്ലപോലെ ക്ഷമയിൽ നമ്മൾ ഓരോ ഷെല്ല് നമ്മൾ ഒട്ടിച്ചെടുത്തു. ആ ലേഡിയുടെ തലഭാഗം നമ്മൾ നല്ലപോലെ ഷെല്ല് വെച്ച് ഒട്ടിച്ച് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് നമ്മൾ ആ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചപ്പോൾ അത് ചെറിയ രീതിയിൽ ഇങ്ങനെ വന്നായിരുന്നു അതിൻ്റെ ഒരു പശ. അപ്പോൾ അത് നല്ലപോലെ പൊളിച്ച് കളയാം. അപ്പോഴാണൊക്കെ ഫിനിഷ് ആവണത്. അതിന് ശേഷം നമ്മൾ എടുത്ത ആ ഫോട്ടോയിൽ ഒന്നൊരു ഔട്ടർ ഫ്രെയിം കിട്ടാൻ വേണ്ടി ഒരു സ്കെച്ച് പെൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു CD മാർക്കർ വെച്ച് ഞാനൊന്ന് ബോർഡർ ഞാൻ ആദ്യം തന്നെ വരച്ച് കൊടുത്ത് എന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൊന്ന് കളർ ചെയ്യണത്. അപ്പോൾ ഇത്തിരി കൂടി ഒന്ന് ഭംഗി കിട്ടാൻ വേണ്ടി ഞാൻ അതങ്ങനെ ചെയ്തത്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യണത് നമ്മൾ ആ ഒട്ടിച്ചെടുത്ത ഷെല്ലിൽ ബ്ലാക്ക് കളർ പെയിൻറ്റ് ഒരു മുടി എങ്ങനെയാണോ ആ മുടിയുടെ കളറിൽ നമ്മൾ പൊട്ടിച്ചു കൊടുത്തും ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിലൊക്കെ നല്ലപോലെ ബ്ലാക്ക് കളറ് പെയിൻറ്റ് നമ്മൾ നല്ലപോലെ അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഓരോരോ ഭാഗത്ത് നമ്മൾ അടിച്ചു കൊടുക്കുകയും ചെയ്തു. എന്ന് തന്നെ മുടിയുടെ ഉൾഭാഗത്താണ് അടിച്ചു കൊടുത്തത്. അപ്പോൾ ഏറെക്കുറെ ആ മുടിയുടെ ഉൾഭാഗം അടിച്ചു കൊടുത്തപ്പോൾ തന്നെ ഏറെക്കുറെ ഒരു ഫിനിഷിങ് ആയിട്ടുണ്ട്. എന്താ പറയുക, ഒരു മുടി എങ്ങനെയാണോ നിൽക്കുന്നത് ആ ഒരു രീതിയിലേക്ക് വരികയും ചെയ്തു. പിന്നെ നമ്മൾ എടുത്താക്കണ ഒരു ഫേസിൻ്റെ കളറും കൂടി നമ്മൾ സ്പെക്സ് ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ ചെയ്യണ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല
ഒരുപാട് കുഞ്ഞു പിള്ളേർ എന്നോട് പറഞ്ഞിട്ട് നല്ല ക്രാഫ്റ്റാണ്, അപ്പോൾ എനിക്ക് തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ക്രാഫ്റ്റ് അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യണ ഓരോ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കൂടെ കൂടണേ. ഇനി നമുക്ക് ചെയ്തെടുക്കേണ്ടത് സ്പെക്സിൻ്റെ ഭാഗത്ത് സ്പെക്സിന് നമ്മൾ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു കളറും കൂടി അടിച്ചു കൊടുത്തപ്പോഴാണ് നമുക്കൊന്നൊരു മനോഹരമായി തോന്നിയത്. ബാക്കി വന്ന ആ ഒരു ചെറിയ ചെറിയ ഗ്യാപ്പുകൾ നമ്മൾ എടുത്ത കളർ വെച്ച് നമ്മൾ അടിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ സ്പെക്സിന് കളർ അടിച്ചതിന് ശേഷം ഞാൻ ബ്ലാക്ക് ബോർഡറും കൂടി ഒന്നും അടിച്ചു കൊടുത്തിട്ട് അപ്പോഴാണ് ഒന്നുകൂടി ഭംഗിയായത്. നമ്മൾ ആദ്യം അടിച്ചു കൊടുത്തൊരു കളർ പോവുകയും ചെയ്തു, നമ്മൾ പെയിൻ്റ് അടിച്ചപ്പോൾ പോവുകയും ചെയ്തു. നമ്മൾ രണ്ടാമതൊന്നും കൂടി ബ്രഷ് വെച്ച് നമ്മൾ ആ ഒരു ബോർഡറും കൂടി നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നമ്മൾ സ്പെക്സിന് അടിച്ചു കൊടുത്ത കളർ ആ സെയിം കളർ തന്നെയാണ് നമ്മൾ ആ ഒരു ലേഡിയുടെ ഡ്രസ്സ് ഭാഗത്തും കൂടി നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. വേറെ ഒന്നിനല്ല, അപ്പോൾ ഇത്തിരി കൂടി മാച്ചായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സെയിം കളർ അടിച്ചിടുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ അതൊരു ഭംഗിയായിട്ട് തോന്നി. പക്ഷേ ചിലരെന്നോട് പറഞ്ഞ് ഇത് കണ്ടപ്പോൾ ഇത് നാക്കാണോ ഡ്രസ്സാണോ എന്ന് തോന്നാൻ പറ്റണില്ല എന്ന് മനസ്സിലായി. എങ്കിലും നമുക്കത് പെട്ടെന്ന് നോക്കുമ്പോൾ അത് നാക്കായിട്ട് തോന്നും, പക്ഷേ എങ്കിലും അതൊരു ഡ്രസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ നമ്മൾ എടുത്ത കളർ ഏറെക്കുറെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് എവിടെയെങ്കിലൊക്കെ മിനുക്ക് പണിയുണ്ടെങ്കിൽ ഇങ്ങനെ മിനുക്കിയിരിക്കണം. അപ്പോൾ ഏറ്റവും അവസാനം അത് കൊള്ളാവുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യും. എങ്കിലും നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നമ്മൾ ആ ഒരു ഭാഗം, ചെറിയൊരു ഭാഗം, ആ കഴുത്തിൻ്റെ ഭാഗത്തും കൂടി നമ്മൾ കളർ അടിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ഇനി വേണ്ടത് നമ്മൾ ആദ്യം തന്നെ ചെയ്തെടുത്ത ഫോട്ടോ ഫ്രെയിമിൻ്റെ ഔട്ടർ ഭാഗം, അതൊരു ബോർഡർ പോലെ ഒരു കളർ അടിച്ചു കൊടുക്കുമ്പോഴാണ് ഇത്തിരി കൂടി ഭംഗിയായിട്ട് തോന്നിയത്. ആ ഒരു ഫോട്ടോ അതിൻ്റെ ഉള്ളിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് ഈ ബ്ലാക്ക് കളർ നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ 4 ഭാഗത്തായിട്ട് നമ്മൾ ആ ഒരു ബ്ലാക്ക് കളർ മൊത്തത്തിൽ അടിച്ചു കൊടുത്ത് ഒന്നും കൂടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി. വൈറ്റിൽ നിന്നപ്പോൾ ഒരു ഭംഗിക്കുറവ് പോലെ തോന്നിയായിരുന്നു. അതിന് ശേഷം ഞാനൊരു ലൈറ്റ് ഗ്രീൻ മൊത്തത്തിൽ നമ്മൾ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അടിച്ചു കൊടുക്കുക വെച്ചാൽ നമ്മൾ ബ്രഷിന് ആദ്യം അടിച്ചു കൊടുത്തപ്പോൾ അതിലൊരു പിടിക്കായ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു സ്പോഞ്ച് എടുത്തിട്ട് നമ്മിങ്ങനെ സ്പോഞ്ച് റൗണ്ട് ഒരു ഡിസൈൻ, ഇപ്പോൾ എന്ത് പറയുക, ആ ഒരു ഡിസൈനിൽ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്തപ്പോൾ ഒന്നുകൂടി നല്ലൊരു ഭംഗി കിട്ടി. നമ്മൾ ചെയ്ത വീഡിയോ അങ്ങനെ ഏറെക്കുറെ കംപ്ലീറ്റ് ആകണ്ട. ഇപ്പോൾ കണ്ട ഒരു ഫൈനൽ ലുക്ക് വന്നപ്പോൾ ഒരു നല്ലൊരു ഭംഗിയായിട്ടത്. അപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും നമ്മുടെ കൂടെ കൂടണേ.